ഷക്കീറാണ്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ വടകരയിൽ നിന്നുള്ള പുതിയ MP മിസ്റ്റർ ഷാഫി പറമ്പിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡറാണ് അദ്ദേഹം. ഒന്നാമത് ഇതിൻ്റെ യൂത്ത് വിഷൻ, അതുപോലെ ആളുകളെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ ഒരുപാട് എബിലിറ്റീസ്, അല്ലെങ്കിൽ നമുക്കൊരു സാധാരണയുള്ള ഒരു എന്താ പറയുക ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ലീഡറിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ഒരിക്കലും ഒരു റിസർവ്ഡ് സീറ്റ് ഒന്നുമല്ല. അദ്ദേഹം മത്സരിച്ച പല സീറ്റ് പാലക്കാടാണെന്നുണ്ടെങ്കിലും ഇപ്പം വടകരയിലാണെങ്കിലും ഒരിക്കലും കോൺഗ്രസിന്റെ കുത്തകയുള്ളൊരു സീറ്റൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വ്യക്തി പ്രഭാവം തന്നെയാണ് അദ്ദേഹം വളരെ വലിയ മാർജിനിൽ ഇപ്പൊ ജയിച്ചു വരാനും, അതുപോലെ തന്നെ വലിയ കോമ്പറ്റീഷൻസ് ഒക്കെ മറികടന്നുകൊണ്ട് ഒരു യൂത്ത് ആയിട്ട് കൂടെ ജയിച്ചു വരാൻ കാരണം അദ്ദേഹത്തിന് ഒരുപാട് എബിലിറ്റീസാണ്. സോ ഞാൻ അദ്ദേഹത്തിൽ കണ്ടെത്തിയ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ ഒരു അടിപൊളി സ്പീച്ച് ഉണ്ടായിരുന്നു. അതിന്റെ കാതിൽ ഇത്രയായിരുന്നു. നമുക്കറിയാം, നമ്മൾ കേരളൈറ്റ്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ എക്കണോമി എന്ന് പറയുന്നത് തന്നെ അത് ഗൾഫ് പണത്തെ ആശ്രയിച്ചാണ്. നമുക്കറിയാം, ഇപ്പം മലബാർ എന്നാണെങ്കിൽ എൻ്റെ കേരളം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല ആളുകളും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളും അല്ലാത്ത ആളുകളൊക്കെ നമുക്ക് മിഡിൽ ഈസ്റ്റ്, നമ്മളെ ഫോറിൻ കൺട്രീസിൽ മിഡിൽ ഈസ്റ്റിന് വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. NRI അവരയക്കുന്ന പൈസ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഡെവലപ്മെന്റ് കാരണം. അല്ലാതെ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നത് യാഥാർത്ഥ്യമാണ്. സോ ഈ ഒരു വിമാന കമ്പനികളൊക്കെ സാധാരണ ചെയ്യുന്നൊരു കാര്യം അല്ലെ, പല സീസൺ വരുന്ന സമയത്ത്, ഇപ്പം വെക്കേഷൻ വരുന്ന സമയത്ത് ഫ്ലൈറ്റിന്റെ റേറ്റ് വല്ലാണ്ട് കൂട്ടും. സോ അത് വളരെ കൂടുതൽ ബാധിക്കുന്നത് എപ്പോഴെങ്കിലും ഒരാൾക്ക് യാത്ര ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഫാമിലിയൊക്കെ അവിടെയുള്ള ആളുകൾ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് 3-4 മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ അത്രയും ഇരട്ടിയാണ്. ഇരട്ടി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അത്രയും ടൈംസ് ആണ് പലപ്പോഴും വിമാന നിരക്കിലുള്ള വർധനം ഉണ്ടാവാറുള്ളത് അല്ലേ. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്രക്കാരെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളൊരു വാദം ഒരു വശത്ത്. മാത്രമല്ല, ഇതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് യാതൊരു റോളും ഇല്ല എന്നത് മറുവശത്ത്. പക്ഷെ എന്താണെങ്കിലും ഗവൺമെന്റ് ഇടപെട്ടാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യമൊന്നുമല്ല. നമുക്കൊരു അവശ്യ സർവീസുകളുടെയൊക്കെ പൈസയൊക്കെ നിയന്ത്രിക്കാനുള്ള അധികാരം ഗവൺമെന്റിൽ കൊണ്ടുവരാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ ഒരു ചൂഷണത്തെ കുറിച്ചായിരുന്നു ഷാഫി പറമ്പിൽ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഓതന്റിക് ആയിട്ട് അദ്ദേഹം സംസാരിച്ചു. പല MP മാരും ഇതിനു മുൻപേ എന്തോ എഴുതി വായിക്കുന്നു, നമുക്ക് വേണ്ടി, നമ്മളെ കേരളീസിന് വേണ്ടി എന്തോ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും പല കാര്യങ്ങൾ അവർ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ജെന്യൂൻ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം അതിന്റെ ഡാറ്റ എത്രയായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു ഡേറ്റ് വെച്ച് ഫ്ലൈറ്റിന്റെ നമ്പറൊക്കെ വെച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. ഈവൻ ആ ഒരു വ്യോമയാന മന്ത്രി പോലും ഇതിൽ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇതിനു വേണ്ടി വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്നൊരു ഉറപ്പ് അദ്ദേഹം കൊടുക്കുക പോലും ഉണ്ടായി. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പോലെ തന്നെ പല ആളുകൾക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അനലൈസ് ചെയ്ത ഒരു 7 കാര്യങ്ങൾ, അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡറിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണത്. അതെനിക്ക് ഷാഫി പറമ്പിൽ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. ഇത് തന്നെയായിരിക്കാം അദ്ദേഹത്തിനും ഈ പ്രത്യേകിച്ചും യൂത്തിന്റെ ഇടയിലും അതുപോലെ തന്നെ വയസ്സായ ആളുകളുടെ ഇടയിൽ പോലും നല്ലൊരു ആക്സെപ്റ്റൻസ് കിട്ടാനുള്ള കാരണം. നമുക്കതിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയ, അദ്ദേഹത്തിന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. നമുക്കറിയാം, ഒരു ടീച്ചർക്കും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിനും ഒക്കെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. വലിയൊരു പ്രഭാഷണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ഒരു പ്രസംഗ പാഠവും ഒന്നും ഇല്ലെങ്കിൽ തന്നെ തൻ്റെ ഉള്ളിലുള്ള ആശയം കൃത്യമായിട്ടും ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ, അവരെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ടീച്ചറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നോളജ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. ഒരു ലീഡറെ സംബന്ധിച്ച്, ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയം ഒരു കൺഫ്യൂഷൻസ് കൂടാതെ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തു. കാരണം മലയാളിയാണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹിന്ദിയും കേട്ടിട്ടുണ്ട്. ഹിന്ദിയും അദ്ദേഹം കുഴപ്പമില്ലാത്ത കൈകാര്യം ചെയ്യുന്നുണ്ട്, കോൺഫിഡൻ്റ് ആണ്. സോ അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നന്നായിട്ട് അദ്ദേഹത്തിനുണ്ടായി. ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇല്ലേ. രണ്ടാമത്തെ കാര്യം ഞാൻ കണ്ടത് ഡിപ്ലോമസിയാണ്. അത് ഈ ഒരു മാറ്ററിൽ മാത്രമല്ല, ഷാഫി പറമ്പിൽ പൊതുവെ ഡിപ്ലോമാറ്റിക് ആണ്. ആരെ എങ്ങനെ കൈകാര്യം ചെയ്യണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. എനിക്കറിയാം, അദ്ദേഹം മത്സരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആൾ, അദ്ദേഹം പട്ടാമ്പി കോളേജിൽ പഠിച്ച ആളാണ്. പേഴ്സണലായിട്ട് എനിക്ക് നല്ല ബന്ധമൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിൽ പലരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അദ്ദേഹം വഴി അറിയാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് പലരും അദ്ദേഹത്തിന്റെ ഒരു കണക്ഷനുള്ള ആളുകളാണ്. അപ്പോൾ പലപ്പോഴും എനിക്കറിയാം. സോ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് പല ഗൾഫിലുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഗൾഫിൽ നിന്ന് ലീവ് എടുത്തു വന്ന് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ കൂടെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഒപ്പോണന്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടീസ് ഒക്കെ പറയാറുണ്ട്, വടകരയിൽ മത്സരിക്കുന്ന ഷാഫിക്ക് പാലക്കാട് നാൾ വന്നിട്ട് എന്താ കാര്യമാണ്.
അവർക്ക് വോട്ടില്ലല്ലോ എന്ന്. പക്ഷെ ആ വോട്ടിനേക്കാൾ സംബന്ധിച്ച് ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം എന്താ പറയുക ഓർഗനൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് നല്ലൊരു ടീം ബാക്കിലുണ്ട്. അത് പൊളിറ്റിക്സ് മാത്രമുള്ള ആളുകളെല്ലാം ജെന്യൂൻ ആയിട്ട് അദ്ദേഹത്തിന് വെൽ വിഷസ് കൂടെയുണ്ട്. അപ്പൊ അവരെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ഷാഫിക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ സീനിയർ ലീഡേഴ്സ് നമുക്കറിയാം എപ്പോഴും കോൺഗ്രസിൽ പ്രത്യേകിച്ചിട്ടും ഒരു യങ് ലീഡറിനെയും ഉയർന്നു വരാൻ സമ്മതിക്കാതെ ചവിട്ടി താഴ്ത്തും അല്ലെ, അല്ലെങ്കിൽ വെട്ടി നിരത്താന്നൊക്കെ പറയും. എല്ലാ പാർട്ടിയിലും അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇദ്ദേഹത്തിന് ഈ സീനിയർ പാർട്ടി ലീഡേഴ്സിന്റെ ഇടയിൽ പോലും നല്ല ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നത് കാരണം അദ്ദേഹത്തിന് ഉയർന്നു വരാനുള്ള ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇവർ കൈകാര്യം ചെയ്യും. എനിക്കറിയാം പലപ്പോഴും അദ്ദേഹം ഈ വയസ്സായ ആളുകളെയൊക്കെ കൂടെ നിർത്താനും അതല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോയിട്ട് ഈവൻ അവരുടെ എന്താ പറയാ വീട്ടിൽ പോയിട്ട് അവർ ഓരോ ഫാമിലി മെമ്പേഴ്സിനും സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്തിട്ട് സംസാരിക്കാനും അവരെ കയ്യിലെടുക്കാനും അദ്ദേഹം നല്ലൊരു കഴിവുണ്ട്. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ പല ആളുകളും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ എവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എവിടെ എങ്ങനെ ആക്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാം. ഒരു ഡിപ്ലോമാറ്റിക് ഐഡിയ അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഓഫ് കോഴ്സ് എമ്പതിയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിമ്പതി എമ്പതി. അത് തന്നെ പോലെ മറ്റുള്ളവരെ കണ്ടിട്ട് അവരുടെ പ്രശ്നം തൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഇടപെടാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിലുണ്ട്. നമുക്കറിയാം പലപ്പോഴും ഈ പോലീസുകാരൊക്കെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനിടയിലൊക്കെ ചെറിയ ആളുകളെ അല്ലെങ്കിൽ ലീഡേഴ്സിനെയൊക്കെ ചെറിയ നേതാക്കന്മാരെയൊക്കെ അടിക്കുന്ന സമയത്ത് ആ ഷാഫി മുന്നിൽ വന്നിട്ട് അതിനെ തടുക്കുന്നതും പോലീസുകാരോട് വളരെ ഒരു ലീഡർഷിപ്പ് എബിലിറ്റിയോട് കൂടെ എന്താ പറയുക ഒരു ഹീറോയിസം കാണിച്ചുകൊണ്ട് ഇടപെടും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സോ തൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പോലെയാണ് അല്ലെങ്കിൽ താനാണെന്ന് കണ്ട് ഇടപെടുന്ന ഒരു കഴിവ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വരുന്നത് ഒരു പട്ടാമ്പി അടുത്ത് കരക്കാട് എന്ന് പറയുന്ന മംഗലൂരൊക്കെ അടുത്ത് ഒരു സ്ഥലത്ത് സാധാരണ ഒരു പ്രദേശമാണ്. സോ അവിടെയുള്ള സാധാരണക്കാരാണ്, പലരും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളല്ലതാണ്. സോ സാധാരണ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് NRI-കാരുടെ ഈ പ്രശ്നം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത്. സോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ നാട്ടിലോ ഇഷ്ടം പോലെ NRI ആളുകൾ ഉണ്ടാവും. സോ അവരൊക്കെ പങ്കുവെക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രശ്നം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത് അവരിൽ ഒരാളായി തന്നെ കാണാൻ കഴിയുന്നതും ആക്ട് ചെയ്യാൻ കഴിയുന്നതുമാണ്. സോ എമ്പതി വളരെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ലീഡേഴ്സും ഇല്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ അവർ വളരെ റിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി അതല്ലെങ്കിൽ സോഷ്യലി അവർ കുറച്ച് അല്ലെങ്കിൽ ഒരു ഉയർന്ന നിലയിലുള്ള ആളുകളായിരിക്കാം. സാധാരണക്കാരുടെ പ്രശ്നത്തിലേക്ക് അവർ ഒരിക്കലും ഇറങ്ങി വരില്ല. നമ്മൾ പറയില്ല ആ വെള്ള ഷർട്ടും കതറും അല്ലെങ്കിൽ എന്താണോ ഡ്രസ്സും ആ ഒരു കാറിലും പോകുക എന്നല്ലാതെ. ഇപ്പം പല മെമ്പേഴ്സ് നമ്മൾ ട്രോളാറുണ്ട്. ഇപ്പം ചിലപ്പോൾ എന്താണ് കൃഷി സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ബൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങുന്ന ചില ലീഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിന് പകരം ആ ഒരു ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് ഇറങ്ങിച്ചെല്ലാതെ കഴിവ് നമ്മൾ രാഹുൽ ഗാന്ധിയിലെ ആ ഒരു പാഠവും നമ്മൾ കണ്ടതാണ്. അതേ കോപ്പി ചെയ്തുകൊണ്ട് തന്നെ എമ്പതി വളരെ വലിയൊരു കാര്യമായിട്ടും എനിക്ക് ഷാഫി പറമ്പിലിൽ തോന്നിയിട്ടുണ്ട്. ഇത് നാലാമത്തെ കാര്യം നോളജ് വേണം. നമുക്കറിയാം എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ ചർച്ചയിൽ മുന്നിലേക്ക് വരാൻ പറ്റില്ല. നമുക്കൊരു ചാനൽ ചർച്ചയിൽ ഷാഫി പറമ്പിലുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഒതന്റിക് ആയിരിക്കും. ഡാറ്റ വെച്ച് അദ്ദേഹം സംസാരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എന്താ പറയുക ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് പലപ്പോഴും ഇല്ല. അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഒരിക്കലും മറ്റുള്ള ആളുകൾ ക്രോസ് ചെയ്യാൻ കഴിയാറില്ല. അതെന്താണ് കാര്യം? നോളജബിൾ ആണ്. താൻ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. ആ ഒരു നോളജ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഡിഗ്രിയും അല്ലെങ്കിൽ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്തും വെൽ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോളജ് ഉണ്ടാവും. നോളജ് ഗ്യാദർ ചെയ്യാനുള്ള സോഴ്സും അദ്ദേഹത്തിന് ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം കുറെ വായിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണെങ്കിലും നല്ല നോളജ് വെച്ച് സംസാരിക്കുന്ന ആളുകളെ എല്ലാവരും ഫോളോ ചെയ്യും. കറക്റ്റല്ലേ? സോ നല്ലൊരു നോളജബിൾ ആണ് എന്നുള്ള കാര്യം ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും. അടുത്ത അദ്ദേഹത്തിന്റെ ഒരു ഗുണം, അഞ്ചാമത്തെ പ്രോപ്പർട്ടിയും ഓഫ് കോഴ്സ് ലീഡർഷിപ്പാണ്. നമുക്കറിയാം ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറയും ലീഡിങ് ഫോർവേഡ് അല്ലെങ്കിൽ ലീഡിങ് ഫ്രം ഫ്രണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് മോർ ആൻഡ് മോർ ലീഡേഴ്സ് എന്ന് പറയും. സോ ഷാഫി പറമ്പിൽ നിങ്ങൾ വ്യക്തമായി വീശാൻ മനസ്സിലാവും. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ നേരെ പേഴ്സണലി കണ്ടിട്ടുണ്ടെന്നല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പല ഫ്രണ്ട്സും വെൽ വിഷേഴ്സും എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട്. സോ അതേ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഇപ്പം പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന പല ആളുകളും 1 മാസം 2 മാസമൊക്കെ ലീവ് എടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ക്യാമ്പയിന് വേണ്ടി ഇറങ്ങാറുണ്ട്. പലപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നൊക്കെ നിങ്ങൾ കളിയാക്കൽ കേട്ടിട്ടുണ്ടായിരിക്കാം. വടകരയിൽ ഇല്ലാത്ത ആളുകൾ പാലക്കാട് നിന്ന് വന്ന് ഷാഫിക്ക് വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ട് എന്താ കാര്യം, അവർക്ക് ഇവിടെ വോട്ടില്ലല്ലോ. വോട്ടുണ്ടാക്കാൻ അവർക്കറിയും എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള റിസൾട്ടാണ് വടകരയിൽ അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷം. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കൊണ്ടാണ് അദ്ദേഹത്തിന് പല ആളുകളെയും കൂടെ നിർത്താൻ പറ്റുന്നത്. നിങ്ങൾ നോക്കിക്കേ, കോൺഗ്രസിലോ മറ്റു പാർട്ടികളിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും യങ് ആയിട്ടുള്ള ആളുകൾക്ക് വളർന്നു വരാൻ പലപ്പോഴും കഴിയാറില്ല. അഥവാ അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവുണ്ടെന്ന് തോന്നിയാൽ സീനിയർ ലീഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, കുറച്ച് മുതിർന്ന ആളുകളൊക്കെ നല്ല വയസ്സന്മാരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ എത്തിൽ കണ്ണി പോലെ പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ഒരിക്കലും വിട്ടുപോകില്ല. സോ അവരെന്തെങ്കിലും ചവിട്ടി താഴ്ത്തുക അല്ലെങ്കിൽ വെട്ടി നിരത്തുക എന്നൊക്കെ പറയും.
പക്ഷെ ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന് അത്രയും ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിലുണ്ട്, വെൽ വിഷേഴ്സ് പലരും. എനിക്ക് തോന്നുന്നത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ വരെ അദ്ദേഹത്തിന് പേഴ്സണലി വോട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായി UDF ഒരു ഭാഗമായിട്ടുള്ള കോൺഗ്രസ് ലീഡറാണ് ഷാഫി പറമ്പിൽ എങ്കിലും പല കോൺഗ്രസ് ലീഡേഴ്സിനെയും ഇപ്പം മുസ്ലിം ലീഗിലൊക്കെ ഉള്ള പല വ്യക്തികൾക്കോ അല്ലെങ്കിൽ ലീഡേഴ്സിനും അത്ര പിടിക്കില്ല. കാരണം നമുക്കറിയാം ഇന്ത്യയിലായിട്ട് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈവൻ ഈ മുസ്ലിം ലീഗിലെ യൂത്തൊക്കെയും അല്ലെങ്കിൽ വയസ്സായ ആളുകൾ പോലും ഷാഫി പറമ്പിലിനെ നല്ലപോലെ ആക്സെപ്റ്റ് ചെയ്യണം. കാരണം അദ്ദേഹത്തിന് കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക്കായിട്ട് എല്ലാവരെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൃത്യമായ ലീഡർഷിപ്പിന്റെ ബെസ്റ്റ് ഒരു ക്വാളിറ്റിയാണ്. സോ നല്ലൊരു ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞല്ലേ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ആറാമത്തെ ഒരു പ്രോപ്പർട്ടിയും ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ മോറൽ സൈഡാണ്, മൊറാലിറ്റിയാണ്. നമുക്കൊരു ധാർമ്മികത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ പറയുക, സദാചാര ബോധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല ലീഡേഴ്സിനും നമ്മൾ കണ്ടിട്ടില്ല ഇല്ലേ. പല പ്രശ്നത്തിലും അവർ ഉൾപ്പെടുന്ന സമയത്ത് അത് ചിലപ്പം എന്താ പറയുക പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നമുക്കറിയാം ഇപ്പൊ കറപ്ഷൻസ് ആവട്ടെ, അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പൈസയുമായി ബന്ധപ്പെട്ടുള്ള പല അലിഗേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പല ലീഡേഴ്സിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെടാതെ നല്ലൊരു ഫാമിലി മാനാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക മോളുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ നമ്മൾ വീഡിയോകളൊക്കെ കണ്ടിട്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ ആ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള അറ്റാക്കിങ്ങിനൊക്കെ അദ്ദേഹം വിധേയമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് ചില മണ്ടന്മാര്, പ്രത്യേകിച്ചും എനിക്ക് ഈ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ചില മണ്ടന്മാരായിട്ടുള്ള അണികൾ ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ റേഞ്ച് കൂടുക ചെയ്യുന്നത് നമുക്കറിയാം. ഹേറ്റേഴ്സ് കൂടുന്ന സമയത്ത് ആക്സെപ്റ്റൻസ് കൂടും നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ അദ്ദേഹം നല്ലൊരു ഫാമിലിയുമാണ്, നല്ലൊരു മോറൽ സൈഡ് കീപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും നമുക്കറിയാം കുറച്ചാളുകൾ മാത്രമാണ് ഈ എന്താ പറയുക കള്ളിനോ അല്ലെങ്കിൽ കഞ്ചാവിനോ അടിമപ്പെട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അതിന് അണികളായിട്ടുള്ളൂ. ബാക്കി ഒരുപാട് ആളുകൾ നല്ല ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ പ്രത്യേകിച്ചിട്ട് നല്ല യൂത്ത് എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. സോ അവർക്കെല്ലാം ഇങ്ങനെ മൊറാലിറ്റിയുള്ള ആളുകളെ വളരെ ഇഷ്ടമായിരിക്കും, ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ മോറൽ സൈഡ് അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം ആ ഇലക്ഷൻ സമയത്തൊക്കെ ഇപ്പം കാഫിർ പ്രയോഗമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയിൽ തന്നെ ചെയ്ത കാര്യമാണെന്ന് പിന്നെ വ്യക്തമാകുന്നുണ്ട്. സോ താൽക്കാലികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള മണ്ടന്മാർ അറിയുന്നില്ല ഇദ്ദേഹത്തിന്റെ ആക്സെപ്റ്റൻസ് വീണ്ടും വീണ്ടും കൂടി വരിക എന്നുള്ള കാര്യം. സോ മൊറാലിറ്റി വലിയൊരു കാര്യം. ദ ഫൈനൽ വൺ, സെവൻത്ത് വൺ ഈസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗുണമാണ് ഹോണസ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി. രണ്ടായിട്ടും കാണേണ്ട ആവശ്യമില്ല. നല്ലൊരു വിശ്വാസ്യത അല്ലെങ്കിൽ എന്താ പറയുക നല്ല വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധത എന്ന് പറയും. നമുക്കറിയാം കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത ആ ഒരു ഹോണസ്റ്റി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറില്ല. പലരും നമുക്കറിയാം ആ ഒരു കറപ്ഷന്റെ ഉസ്താദുമാരാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ആ ഒരു ഹോണസ്റ്റി കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ട്രാൻസ്പെറൻസി. നമ്മൾ പറയാം തലയിൽ മുണ്ടിട്ട് ചെയ്യുന്ന പല അല്ലെങ്കിൽ പോകുന്ന പല നേതാക്കന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അത്തരം കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മറയും കൂടാതെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾ ഹോണസ്റ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ പലപ്പോഴും പല ആളുകൾ കാണാതെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വാർത്തയായിട്ട് പലപ്പോഴും വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യവും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ പേഴ്സണലായിട്ടൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും പല പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ ദൂരെ നിന്നൊക്കെ പലപ്പോഴും വീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൂടെയും ഈ വേണ്ട മീഡിയയിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. കമ്പാരിറ്റീവ് നമ്മൾ മറ്റുള്ള പാർട്ടികളിലെ യൂത്ത് നേതാക്കന്മാരെ കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു വിധത്തിലുള്ള അലിഗേഷൻസും ഷാഫി പറമ്പിലിനെതിരെ ജെന്യൂൻ ആയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങളും നേരിടാത്ത വളരെ കറക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ആ ഹോണസ്റ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി സുതാര്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്നതുമാണ്. സോ ഈ 7 ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ ഷാഫി പറമ്പിലിനെ വിലയിരുത്തുന്നത്. എനിക്കൊരു പേഴ്സണലി ഒരു അഭിപ്രായം പറയാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾ, ഞാൻ എഡ്യൂക്കേഷനിൽ കണ്ടിട്ട് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും പല ആളുകളും പറയുന്നു ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്സിലേക്ക് പോകാം, അല്ലെങ്കിൽ അടിയും ഇടിയും ഒക്കെ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ ക്യാമ്പസ് പൊളിറ്റിക്സിൽ പല കാര്യങ്ങൾക്കും എന്താ പറയുക നൊട്ടോറിയസ് ആയിട്ടുള്ള ആളുകൾ അവസാനം ചെന്നെത്തുന്ന ഒരു സ്ഥലമായിട്ട് പൊളിറ്റിക്സ് പലപ്പോഴും പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്കറിയാം ആളുകൾ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പൊതുവിൽ അങ്ങനെ നമുക്ക് കേൾക്കാം. പല ഗുണ്ടായിസ് ഒക്കെ ഉള്ള ആളുകൾ നേതാക്കന്മാരായിട്ട് വരുന്ന ഉത്തരേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും കേട്ടിട്ടുണ്ട്. കേരളത്തിലും അത് കുറവല്ല. നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്നോ കഴിയാം. അവിടെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചെയ്യുന്ന ആളുകളാണ് പിന്നെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. ഒരിക്കലും ഇവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടാറില്ല.
ഷാഫി പറമ്പിൽ നിന്ന് വ്യത്യസ്തനാണ് നമുക്കറിയാം. സോ ഈ പൊളിറ്റിക്സ് ഒക്കെ സ്വപ്നം കാണുന്ന നമ്മുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ലീഡർഷിപ്പ് ഇനി ഒരുപാട് ക്വാളിറ്റികൾ നമുക്കുണ്ടായിരിക്കാം ലീഡർഷിപ്പിന്. പക്ഷേ ഞാൻ കണ്ട ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് BA പൊളിറ്റിക്സോ MA പൊളിറ്റിക്സോ പഠിക്കണം നിർബന്ധമൊന്നുമില്ല, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുക, നോളേജബിൾ ആവുക, നിങ്ങൾ ലീഡർഷിപ്പ് എബിലിറ്റീസ് ഒക്കെ നിങ്ങൾ കൂട്ടുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഇടപെടുക. ഇതിനൊക്കെ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് വരും. നിങ്ങൾക്കറിയാം ജനറേഷനൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മൾ പറയാം ജനറേഷൻ മില്ലേനിയൽസ് ഒക്കെ പോയിട്ട് ഇപ്പോൾ ജനറേഷൻ നമ്മൾ പറയാം Z ജനറേഷൻ Y ജനറേഷൻ കഴിഞ്ഞിട്ടും ജെൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവർക്കാണ് ഇപ്പം വോട്ടിനുള്ള അധികാരമൊക്കെ അല്ലെങ്കിൽ വോട്ടിനുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പെട്ട ആളുകൾ അവരായി കഴിഞ്ഞു മെജോറിറ്റി. ഇനി ജനറേഷൻ ആൽഫ വരാൻ പോകും, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ വരാൻ പോകുന്നു. പല തരികിട പ്രവർത്തനങ്ങൾ കൊണ്ട് പണ്ട് കാലത്തുള്ള രാഷ്ട്രീയക്കാർ പിടിച്ചു നിന്നിട്ടുണ്ടാവാം, ഇനി അങ്ങനെയില്ല. സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മൾ ട്രാക്ക്ഡ് ആണ്, നമ്മൾ അതിൻ്റെ സർവൈലൻസിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ നല്ല ആക്സെപ്റ്റൻസുള്ള നേതാവായി നിങ്ങൾക്ക് വളരാൻ പറ്റും. സോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് രാഷ്ട്രീയമൊക്കെ തലക്ക് പിടിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം സീരിയസ് ആയിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യം ഇത്രയാണ്. നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റീസൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ലീഡറായിട്ട്, നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ലീഡർ, ഒരു റൂളിംഗ് പാർട്ടിയുടെ ലീഡറായിട്ട് നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ MP. സോ അദ്ദേഹത്തിന് ഇനിയും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബാക്കിയുള്ള ലീഡേഴ്സും അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് ഇടപെടുകയാണെങ്കിൽ നമ്മളെ കേരളത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സെൻട്രൽ ഗവൺമെന്റിൽ നമ്മൾ കേരളത്തിന് കിട്ടേണ്ട പലതും കിട്ടുന്നില്ല, അത് പിടിച്ചു വാങ്ങി നമ്മളെ കേരളത്തിന് ആവശ്യമുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പോഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ നമുക്ക് എന്താ പറയുക പ്രൊജക്റ്റുകളെ ബേസിലാണെങ്കിലും ശരി, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും ശരി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എല്ലാ ലീഡേഴ്സും, ഇതിപ്പം സെൻട്രലിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ ലീഡേഴ്സും ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയം നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് നമുക്കിവിടെ ജീവിതം ഇല്ല. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇതൊരു കിങ്ഡം ഒന്നല്ലല്ലോ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇവിടെ ജനാധിപത്യത്തിന് അതിൻ്റേതായിട്ടുള്ള മര്യാദകളുണ്ട്. അപ്പോൾ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസ് വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് കിട്ടും. ഇത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് എടുക്കുന്ന ഒരു ജനറേഷനെ നമുക്ക് സ്വപ്നം കാണാം. അത് എന്നാണോ പ്രാവർത്തികമാകുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് എന്നാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നല്ലൊരു പ്രൊഡക്ടിവിറ്റിയുള്ള, നല്ലൊരു വളർച്ചയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് നമുക്കറിയാം ഇന്ത്യ എന്നറിയാം. അതൊരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറ്റാൻ ഇവർക്കൊക്കെ നല്ലൊരു വിഷൻസ് വേണം. ഇത്തരത്തിലുള്ള ജനറേഷൻ ഇവിടെ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.